നമ്മൾ റീസെന്റ് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് നടന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഒരു സംഭവം അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ന്യൂസൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ന്യൂസിൽ കണ്ട സമയത്ത് ബ്ലാക്ക് ബോക്സ് ഓറഞ്ച് കളറിലാണ്. അപ്പൊ ഞാൻ ആലോചിച്ചു എന്താണ് ബ്ലാക്ക് ബോക്സ് ഓറഞ്ച് കളർ, ബ്ലാക്ക് കളറിലല്ലേ ഇരിക്കാനുള്ളത് ഗൈസ്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ തേടിയ സമയത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനാണ് പോകുന്നത്. വൈ ബ്ലാക്ക് ബോക്സ് ബ്ലാക്ക് കളറിൽ ഇരിക്കുന്നില്ല, ഓറഞ്ച് കളറിൽ. ആദ്യമൊക്കെ 1990s ഭയങ്കരമായിട്ട് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് ഒക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഈ ബ്ലാക്ക് ബോക്സ് എന്നല്ല അതിനെ പറയുന്നത്, ഫ്ലൈറ്റ് റെക്കോർഡ്സ് എന്നാണ് പറയുന്നത്. ഫ്ലൈറ്റിന്റെ റെക്കോർഡ്സ് ഒക്കെ സേവ് ചെയ്തിരിക്കുന്ന സംഭവം. അതൊരു ഫോട്ടോഗ്രാഫിക് ലെവലിലേക്കാണ് അപ്പോൾ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ടെക്നോളജി ലെവലൊക്കെ മാറി പുതിയ പുതിയ രീതിയിലൊക്കെ ടെക്നോളജീസ് ഒക്കെ കൊണ്ടുവന്നു. സോ അങ്ങനെ ഫ്യൂച്ചറിൽ പിന്നെ അത് മാറി അതിന് അപ്പോഴൊക്കെ ബ്ലാക്ക് കളറിലൊക്കെ പിന്നെ ഫ്യൂച്ചറിൽ World War II ഒക്കെ നടക്കുന്ന സമയത്ത് ബ്ലാക്ക് പെയിന്റ് ഒക്കെ അടിച്ചിട്ട് ബോക്സിലൊക്കെ സൂക്ഷിച്ച് വെക്കാൻ തുടങ്ങി. പിന്നെ ഫ്യൂച്ചറിലാണ് അത് ഓറഞ്ച് കളറിൽ അടിച്ച് ഓറഞ്ച് കളർ ബ്ലാക്ക് ബോക്സ് ആയിട്ട് മാറിയത്. കാരണം ഫ്ലൈറ്റ് ഒക്കെ തകർന്ന് തീ പിടിച്ച് പോകുന്ന സമയത്ത് ബ്ലാക്ക് കളർ ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം എല്ലാം കാര്യം കളറിലായിരിക്കും കിടക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓറഞ്ച് പെയിന്റ് ഒക്കെ അടിച്ച് അതിനകത്ത് നമുക്ക് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് ബ്ലാക്ക് ബോക്സിൽ അങ്ങനെ ഇപ്പോൾ കാണുന്ന ലെവലിൽ ബ്ലാക്ക് ബോക്സ് ആക്കി മാറ്റി. പക്ഷെ നമ്മൾ അതിന് ബ്ലാക്ക് ബോക്സ് എന്ന് പറയുമെങ്കിലും അവരത് ഫ്ലൈറ്റ് റെക്കോർഡ്സ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളാണ് അപ്പോൾ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ഗൈസ്. മനസ്സിലായല്ലോ? നമ്മൾ